വഴിതടഞ്ഞ സമരം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പ് അപേക്ഷിച്ച് ഇടത് നേതാക്കൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, CPM നേതാക്കളായ കടകംപള്ളി സുരേന്ദ്രൻ, വിജോയ് VK പ്രശാന്ത് എന്നിവർ കോടതിയിൽ നേരിട്ട് ഹാജരായി മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തെ ന്യായീകരിക്കുന്നില്ല എന്ന് നേതാക്കൾ പറഞ്ഞെങ്കിലും ഇന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഇവർക്ക് നേരെ ഉണ്ടായി. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, ഹൈക്കോടതി പിന്നീട് കൂട്ടിച്ചേർത്തത് എന്തൊക്കെ? ഈ ഹർജി ഹൈക്കോടതി മാർച്ച് 3 മാറ്റിയിരിക്കുകയാണ്. ഇന്ന് ഈ ഹർജി പരിഗണിച്ച സമയത്ത് CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഇന്ന് ഇവരെ നിർത്തിക്കൊണ്ട് ഹൈക്കോടതി ചില വിമർശനങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് റോഡെന്ന് പറയുന്നത് സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ലെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. അതുമാത്രവുമല്ല, പൊതുവഴികളും നടപ്പാതകളും പ്രതിഷേധത്തിനുള്ള ഇടങ്ങളല്ല, പൊതുജനങ്ങൾക്ക് നടക്കുവാനുള്ള വഴിയിൽ സ്റ്റേജ് കെട്ടുന്നത് അനുമതി ഇല്ലാതെയായിരുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികൾ പരിപാടി നടത്തേണ്ടത് പൊതുവഴിയിലല്ല എന്നും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും കോടതി നൽകിയിട്ടുണ്ട്. നിരുപാധികം മാപ്പപേക്ഷിച്ചുകൊണ്ടുള്ള സത്യവാങ്മൂലം നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നുവെങ്കിലും അത് തൃപ്തികരമല്ല എന്നുള്ളതായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കൾ വ്യക്തിഗത സത്യവാങ്മൂലം, പോലീസ് ഉദ്യോഗസ്ഥർ അധിക സത്യവാങ്മൂലം, ചീഫ് സെക്രട്ടറിയും അധിക സത്യവാങ്മൂലം നൽകാനായിട്ടാണ് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിരുപാധികം മാപ്പപേക്ഷിക്കുന്നതായിട്ടും ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കില്ല എന്നും ന്യായീകരിക്കുന്നില്ല എന്നുമായിരുന്നു നേതാക്കൾ അഭിഭാഷകർ മുഖേന ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു റോഡ് കെട്ടിയടച്ചിട്ടുള്ള ഏരിയ സമ്മേളനം CPM നടത്തിയ സംഭവത്തിലും അതോടൊപ്പം തന്നെ വഴി തടഞ്ഞുകൊണ്ടുള്ള കോൺഗ്രസിന്റെയും CPI-യുടെ പോഷക സംഘടനയുടെയും സമരം, ആ ഒരു സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായതും നേതാക്കൾ നേരിട്ട് ഹാജരായതും. എന്തായാലും നിലവിൽ തുടർന്നുള്ള ഈ കേസുകൾ പരിഗണിക്കുന്ന സമയത്ത് നേതാക്കളും എതിർകക്ഷികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റന്നാൾ വൈകുന്നേരം 4 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ നേരിട്ട് തന്നെ ഹാജരാകണം. അതും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സത്യവാങ്മൂലങ്ങൾ സമർപ്പിക്കാനായിട്ട് എതിർകക്ഷികൾക്ക് ഹൈക്കോടതി 3 ആഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി ഹൈക്കോടതി മാർച്ച് 3 മാറ്റിയത്. എന്തായാലും ഈ ഒരു റോഡ് കെട്ടിയടച്ചുള്ള പരിപാടികൾ നടത്തുന്നതിൽ ഹൈക്കോടതി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അധിക സത്യവാങ്മൂലം കൂടി സമർപ്പിക്കാനായിട്ട് എതിർകക്ഷികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനു. ശരി രേഷ്മ.